ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന പെപ്പർ ചിക്കനാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്ട്. ഇതുപോലെ ചിക്കൻ പുരട്ടിയെടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ഗോതമ്പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൽ ഞാൻ പെപ്പർ ചിക്കനിലോട്ട് മുളക് പൊടിയൊക്കെ ചേർക്കോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ മുളക് പൊടി ചേർക്കോ ചിക്കൻ ഇതുപോലെ പെപ്പർ ചിക്കൻ തയ്യാറാക്കുമ്പോൾ? അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ എന്താണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഒരു കോട്ടിങ് കൊടുക്കണം. അതിനു വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ നീര്. ഞാനൊരു വലിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് മാത്രം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്, ഇത് ഇത്രയും ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ കോട്ടിങ്. ഇതുപോലെ തയ്യാറാക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇനി അടുത്തതായി വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കോട്ടിങ്ങും ഇത് 15 മിനിറ്റിന് ശേഷമാണ് ഇത് ചെയ്തത്. ഇനി നമുക്കൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുക, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ പെപ്പർ ചിക്കൻ ഇതുപോലെയാണോ വെക്കണതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കളയാതെ തന്നെ ഇതിലോട്ടാക്കി. ഇനി ഞാനൊരു 1/4 ടേബിൾ സ്പൂണില്ല നമ്മുടെ മസാലപ്പൊടികളിൽ കുറച്ച് ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വരും വെള്ളം കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ദാണ്ട് അടുപ്പിൽ വെച്ച് അടച്ചു കൊടുത്തു. എന്നിട്ട് ദാണ്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. മൊത്തം ഒന്ന് ചൂടായി കിട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ആയിട്ടില്ല. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെച്ചിട്ട് ഇത് തുറന്നു. ഇനി ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി കയറുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ ചിക്കനിലോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ 2 സവാള ചേർത്ത് കൊടുക്കാം, ചെറിയ രീതിയിൽ. അതായത് നമ്മൾ നീളത്തിൽ നിന്നും വീണ്ടും കുറുകയും കൂടെ കട്ട് ചെയ്തതാണ് 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർക്കോ ഇല്ലയെന്ന് നിങ്ങളടുത്ത് ചോദിച്ചിരുന്നു. ദാണ്ടെ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. ചേർക്കേണ്ട ഒട്ടും തന്നെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് എന്തോ മുളക് പൊടി കുറച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കളറൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം കുരുമുളക് പൊടി തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും മുളക് പൊടി ചേർത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ദാണ്ടെ ഇതുപോലെ ഞാൻ ഫ്ലെയിം കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് ഈ സമയം വറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അടപ്പൊക്കെ മാറ്റി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ദാണ്ട് ഈ സമയം ആയതിനു ശേഷം ഞാൻ മറ്റൊരു പാനിലോട്ട് ഇനിതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇപ്പം ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. 2 സവാള ഇതുപോലെ നെറുകെ കട്ട് ചെയ്ത സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇനി നമുക്കിതിന് ആ ചിക്കനിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ഇനി ഞാൻ ഒരു വലിയ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഈ വാട്ടിയെടുക്കുന്നതിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമുക്കതിലോട്ട് ബാക്കി നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. കുറച്ച് കറിവേപ്പില ഇതിനിടയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ പൊടികൾ ചേർക്കണം, ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതുപോലെ മൊരിയുന്ന സമയത്തിന് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടരുത്, 1 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചേർത്തത് കുരുമുളക് പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏതാണ്ട് മിക്കവാറുമുള്ള ചിക്കൻ കറിയിലൊക്കെ ചിക്കൻ മസാല ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഈ പെപ്പർ ചിക്കൻ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒന്ന് ഇട്ട് ഇതുപോലെ ആക്കിയെടുത്തു. അപ്പോൾ എനിക്ക് ക്യാമറയൊക്കെ പിടിച്ച് ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി പാത്രം കുറച്ച് വലുതായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മറ്റേ പഴയ പാത്രത്തിലോട്ട് തന്നെ ഞാൻ മാറ്റി കേട്ടോ.
അപ്പോൾ അങ്ങനെ താണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഒന്ന് ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നിയുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ പഴയ പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതിൽ നിന്ന് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയമൊക്കെ എല്ലാം ആവി കയറ്റി പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഇപ്പോഴാണ് നമ്മുടെ പെപ്പർ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അടിയിലത്തെ ചിക്കനൊക്കെ ചെറിയ രീതിയിലൊരു മുരിവും കൂടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോമ്പ് സമയങ്ങളിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിൽ കുരുമുളക് പൊടി മാത്രമല്ല കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതൊരു ചെറിയൊരു ഈ കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുളക് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ അല്ല നിങ്ങൾക്ക് കുരുമുളക് പൊടി മാത്രം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് കോരി വെക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ നോമ്പ് സമയമൊക്കെ ആയത് കാരണം തലേന്നത്തെ നോമ്പിനും ഒക്കെ ആണ് തയ്യാറാക്കിയതാണ് പിറ്റെന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ പെപ്പർ തന്നെയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഗ്രേവിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.